ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്രിസ്തീയ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന 5-ാമത്തെ അധ്യായം, അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കതിൻ്റെ 2-ാം പാർട്ട്, സെക്കൻഡ് പാർട്ട് പഠിക്കാനും ചർച്ച ചെയ്യാനും ശ്രമിക്കാം. ആദ്യം നമ്മൾ കണ്ടു തിന്മയുടെ ആന്തരിക ബാഹ്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ കണ്ടുവച്ചു. കൂട്ടുകാരെ, ഒരു വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഈശോയെ, എന്തുട്ടാ ഞാനീ കാണണേ? എന്റെ ഫ്രാൻസിസ് ഉണ്ണിയാളാ. Lasciate che la pace sia con voi nel nome di Cristo. പുണ്യാളാ, പറയേ, ഞാനീ കാണുന്ന സ്വപ്നല്ലല്ലോ. La vita è un grande sogno, mio figlio. നല്ല കളറ് കിണ്ണം കാഴ്ച സിനിമ പോലത്തെ കാഴ്ചകള്, അതും മനുഷ്യന്മാരെ കാണാത്ത ടൈപ്പ് കാഴ്ചകള്, പച്ചക്ക് നിന്ന് കാണുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ചോദിച്ചതാ. Non devi dubitare. I dubbi sono per non credenti. മലയാളം അറിയില്ലേ? ഞങ്ങളുടെ ഭാഷ. C'è un unico linguaggio comune per tutte le persone del mondo. Il linguaggio dell'amore. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തിൽ സത്യക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. എനിക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചതാ, അച്ഛാ യേശുക്രിസ്തു എന്നൊരു പേര് ജീസസ് ക്രൈസ്റ്റിനുള്ള കാര്യം ആൾക്ക് അറിയുമെന്ന്. മണല് കൂട്ടി തുടമ്പല തുലി ₹1 വട്ടത്തിൽ പിച്ച എടുത്തു കിടി. ഹേയ്, അത് ഞാനീ പറയണമെന്നും ഈ പുണ്യാളിന് മനസ്സിലാവുണ്ടാവില്ലല്ലോ. കാത്തൊരു പുണ്യാളിനെ കിട്ടിയിട്ട് ഈ ഗതിയായല്ലോ കർത്താവേ. Da Prangi? Da Prangi? Ariprangi? Prangieta? Cherammalinasu Francis? നീ പറടാ. അതാണ് ക്രിസ്ത്യാനി, അതാണ് നമ്മളെ പുണ്യാളൻ. പുണ്യാളൻ അറിയാത്ത ഭാഷ ഉണ്ടോ? നല്ല തൃശ്ശൂർ ഭാഷയിൽ പെട കേട്ടാ. നീ പറടാ, എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ കണ്ടു ശ്രീ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന സിനിമയിലെ ഒരു ഭാഗം ശ്രദ്ധിച്ച് കാണും. ഈ പ്രാഞ്ചിയേട്ടൻ്റെ ജീവിതത്തിൽ കുറേയധികം പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പ്രലോഭനത്തിലേക്ക് അദ്ദേഹത്തെ വീഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരെയും കുറേ കഥാപാത്രങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ഗുണം നമ്മൾ കാണുന്നത് സകല കാര്യങ്ങളും പുണ്യാളനുമായി ചർച്ച ചെയ്യുന്ന, സംസാരിക്കുന്ന, ദേവാലയത്തിൽ പോയിരിക്കുന്ന മനുഷ്യൻ. അവസാന സീനിൽ നമ്മൾ കാണുന്നു ഈ മനുഷ്യൻ അവസാനം ഫ്രാൻസിസ് പുണ്യാളനെ പോലെ ആയി മാറി എന്ന് പറഞ്ഞ് ഈ സിനിമ അവസാനിക്കുന്നു. അനുജന്മാരെ, അനുജത്തിമാരെ, തിന്മയുടെ ആന്തരികവും ബാഹ്യവുമായ ശക്തികൾക്കെതിരെ പോരാടാൻ വിശ്വാസി എങ്ങനെ നിൽക്കണം എന്നതിൻ്റെ നേർക്കാഴ്ച നമുക്കിവിടെ കാണാം. എങ്ങനെ നിൽക്കണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. തിന്മയുടെ ആന്തരികവും ബാഹ്യവുമായ ശക്തികൾക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ വ്യക്തി ലോക ചരിത്രത്തിൽ യേശുക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ക്രിസ്തു എങ്ങനെയാണ് തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ചത്?
യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ തിന്മയുടെ ശക്തിക്കെതിരെ ഒരു പോരാട്ടമായിരുന്നു. പോരാട്ടങ്ങളുടെ പരമ്പരകൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പരസ്യ ജീവിതത്തിന് ഇറങ്ങുന്നതിന് മുൻപ് യേശുക്രിസ്തു പിശാചിൻ്റെ പ്രലോഭനങ്ങളെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. എങ്ങനെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, വചനത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി എന്നാണ് സുവിശേഷം വ്യക്തമാക്കുന്നത്. സാത്താനെ പരാജയപ്പെടുത്തി യേശുക്രിസ്തു പരസ്യ ജീവിതത്തിന് ഇറങ്ങി. തുടർന്നും പൈശാചിക ശക്തികൾക്കെതിരെയുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം ലോകത്ത് തുടർന്നുകൊണ്ടേയിരുന്നു എന്നൊരു തെളിവ് നിരവധി കാണാം. തെളിവുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. പിശാചു ബാധിതരിൽ നിന്നും പിശാചുക്കളെ പുറത്താക്കുന്ന യേശുക്രിസ്തുവിനെ വചനത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. തിന്മയുമായി കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് പ്രയാണം നടത്തുന്ന യേശുക്രിസ്തു. വീണ്ടും നമ്മൾ കാണുന്നത് തിന്മ എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുന്ന, അതിനെതിരെ നിലകൊള്ളുന്ന യേശുക്രിസ്തുവിനെ കാണാം. യഹൂദരുടെ സാബത്ത് ആചരണത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന് ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. സാബത്തിൽ നന്മ ചെയ്യണം എന്ന് യേശുക്രിസ്തു കൃത്യമായി പഠിപ്പിച്ചു. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ ജെറുസലേം ദേവാലയത്തിലെ കച്ചവടം യേശുക്രിസ്തു അവസാനിപ്പിച്ചു. ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി മാറ്റരുത്. അത് ദൈവാലയം, ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് സംസാരിക്കാനുള്ള സ്ഥലം. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫരിസേയരുടെ കപടത യേശുക്രിസ്തു ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി. ഇങ്ങനെ തെറ്റിനോട് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. അവസാനം യേശുക്രിസ്തു തൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവയിലൂടെ തിന്മയുടെ ശക്തികൾക്കെതിരെ ആത്യന്തികമായ വിജയം യേശുക്രിസ്തു നേടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇത് ചിന്തിക്കുന്നത് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ, എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് മാതൃകയായി നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. എൻ്റെ മാതൃകയായ റോൾ മോഡലായ യേശുക്രിസ്തു തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ യേശുക്രിസ്തുവിന് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ, പല അവസരങ്ങളിൽ, പല വ്യക്തികളിലൂടെ പ്രലോഭനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. മാത്രമല്ല, എനിക്ക് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ കുറേയധികം ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഈ പ്രലോഭനങ്ങളിൽ നിന്നും ഒരു മോചനം എനിക്ക് നേടണമെങ്കിൽ ആ ത്യാഗങ്ങൾ യേശുക്രിസ്തു ഏറ്റെടുത്തതുപോലെ തന്നെ വീരോചിതമായി ഈ ത്യാഗങ്ങൾ ഞാൻ ഏറ്റെടുക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ പോലെ ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. തുടർന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ നടത്തുവാണ്. ഈ പോരാട്ടത്തിൽ വിജയിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? സഭ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ചെയ്യണം. ഈ 5 കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചാൽ തിന്മയുടെ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും. എങ്കിൽ ഒന്നാമത്തെ വഴിയിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ വഴി, തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തണമെങ്കിൽ 1, തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം. തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്: മനുഷ്യൻ്റെ ഉള്ളിൽ തിന്മ ചെയ്യാനും നന്മ ചെയ്യാതിരിക്കാനുമുള്ള ഒരു പ്രലോഭനമുണ്ട്. അംഗീകരിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. തിന്മയോട് കൂടുതലൊരു ആഭിമുഖ്യം മനുഷ്യനുണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ, അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഏത് സമയത്ത് വേണമെങ്കിലും പ്രലോഭനം നമ്മുടെ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പത്രോസ് ലീഹ നമ്മളെ ഉപദേശിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. പിശാചിനെ, സാത്താനെ
തിന്മയുടെ ശക്തികളെ എതിർക്കണമെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പത്രോസ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, പ്രാർത്ഥനയിലൂടെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതൊന്ന്, തിന്മയുടെ ശക്തിയെ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തെ നമ്മൾ അതിജീവിച്ചാൽ വീണ്ടും പ്രലോഭനങ്ങൾക്ക് സാധ്യതയുണ്ടോ? അത് വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരുമോ? ഒരു സംശയമാണ്. കൃത്യമായിട്ടും യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചാലും പുതിയ തന്ത്രവുമായി കൂടുതൽ കരുത്തുമായി പിശാച് നമ്മളെ ഇടയിലേക്ക് തിരിച്ചു വരും, വീണ്ടും പ്രലോഭനവുമായി നമ്മുടെ അടുത്തേക്ക് എത്തുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഭാഗം നമുക്ക് കണ്ടെത്താം. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11, 24 മുതലുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലത്തിലൂടെ ആശ്വാസം തേടി നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. വ്യക്തമായി നമ്മൾ കേട്ടു, അടിച്ചുവാരി ശുദ്ധീകരിച്ചു ഭവനം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വന്ന പ്രലോഭനത്തെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാനതിനെ ചെറുത്തു തോൽപ്പിച്ചാലും ഇരട്ടി ശക്തിയോടെ തിരിച്ച് എന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആ തിന്മയുടെ ശക്തികൾ എന്നെ ആക്രമിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് കരുതിയിരിക്കണം, ഏത് സമയത്താണ് പ്രലോഭനങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കാരിത്താസ് ഇൻ വെരിത്താത്തെ, സത്യത്തിൽ സ്നേഹം എന്ന ചാക്രിക ലേഖനത്തിൽ 34 ഖണ്ഡികയിൽ കുറിച്ചതിങ്ങനെയാണ്: തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന വ്രണിതമായ ഒരു സ്വഭാവം മനുഷ്യനുണ്ട് എന്ന വസ്തുതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം വിശ്വാസം, രാഷ്ട്രീയം, സദാചാരം, സാമൂഹ്യ പ്രവർത്തനം എന്നീ മേഖലകളിൽ ഗുരുതരമായ തെറ്റുകൾ ഉണ്ടാവുന്നു. മനുഷ്യൻ തിന്മയോട് ആഭിമുഖ്യമുള്ളവനാണെന്ന് മനസ്സിലാവാതെ കഴിഞ്ഞാൽ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തും. ലോകത്തെ ഏത് മേഖലയിലാണെങ്കിലും ഇത് സംഭവിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, പിശാച് ആക്രമിക്കും, തിന്മ ലൈഫിലേക്ക് കടന്നു വരും. അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും തിന്മ ഒരു താൽക്കാലിക സന്തോഷം നൽകുന്നത് കൊണ്ട് പലരും അതിൻ്റെ പിന്നാലെ പോകുന്നു. അതാണ് പലപ്പോഴും പ്രലോഭനമായിട്ട് വരുന്നത്, ഒരു താൽക്കാലിക സന്തോഷം. ഇനി ഈ താൽക്കാലിക സന്തോഷവുമായി തിന്മ നമ്മുടെ പിന്നാലെ പിടികൂടുന്ന സമയത്ത് എങ്ങനെ അതിൽ നിന്നും മോചനം, എങ്ങനെ അതിൽ നിന്നും മാറി നിൽക്കാം എന്ന് ചോദിക്കുമ്പോൾ സഭ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കും. ഒന്ന്, ആത്മശോധന ചെയ്യണം. എങ്ങനെ ആത്മശോധന ചെയ്യണം? എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് സമയം ഞാൻ എൻ്റെ അന്നത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഇന്നേ ദിവസം നടന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ, അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ വഴിയിലൂടെയാണോ, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെയാണോ? ആത്മശോധന ചെയ്ത് ഞാൻ എന്നെ തന്നെ വിലയിരുത്തണം. 2, ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടണം. ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടണം, അവരോട് സംസാരിക്കണം. 3, എൻ്റെ വിശുദ്ധ കുമ്പസാരം, അടുക്കൽ ഞാൻ കുമ്പസാരിക്കണം. ആവശ്യമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഞാൻ വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എങ്കിൽ തിന്മയുടെ ശക്തികൾ നമ്മളെ ആക്രമിക്കില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, തിന്മയുടെ ശക്തികൾക്കെതിരെ വിജയിക്കാൻ രണ്ടാമത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് കൂദാശകളിലൂടെ ശക്തിപ്പെടണം. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ചവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ഒരു തിന്മയും നമ്മളെ ആക്രമിക്കില്ല. വചനം പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? റോമ 8:31. യേശുക്രിസ്തു എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല തിന്മയുടെ ശക്തികളെ. തിന്മയുടെ ശക്തികൾക്കെതിരെ വിജയം വരിക്കാൻ കൗദാശിക ജീവിതം നയിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്.
കൂദാശകൾ. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധീകരിക്കുന്ന കർമ്മം. സാക്രമെൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥവും വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന് തന്നെയാണ്. ഈ 7 കൂദാശകളും നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, മാമോദീസയിലൂടെ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത്? ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചനം കിട്ടി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു. 2, സ്ഥൈര്യലേപനം എടുക്ക്. സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ആത്മാവിനെ നൽകി നമ്മളെ വിശുദ്ധീകരിച്ചു, ശക്തിപ്പെടുത്തി. വിശുദ്ധ കുർബാനയിലൂടെ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പം വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്ന ഒരു വചനം കൂടി കേൾക്കാം. വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതി വച്ചിരിക്കുന്നത്, വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് പരിവർത്തിതനാകുന്നു എന്നതാണ്. വിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തെ പോലെ ആയി മാറുന്നു എന്നതാണെന്ന് തോമസ് അക്വീനാസ് പറയും. അനുദിന വിശുദ്ധ ബലി അർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ് തിന്മയുടെ ശക്തികളെ തുരത്താൻ വേണ്ടി. തുടർന്ന് നമ്മൾ പോകുമ്പം വിശുദ്ധ കുംഭസാരത്തിലൂടെ കർമ്മപാപങ്ങളിൽ നിന്നും മോചനം നേടി നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ ഞാനും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, നമ്മൾ എന്തു മാരക പാപമാണ് ചെയ്യുന്നത്? മാരക പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഈ സമയത്ത് മദർ തെരേസയുടെ ഒരു വചനമുണ്ട്. മദർ തെരേസ പറയുന്നത്, ചില വിശുദ്ധർ തങ്ങളെപ്പറ്റി തങ്ങൾ വലിയ ഭീകര കുറ്റവാളികൾ എന്ന തരത്തിൽ അവതരിപ്പിക്കാറുണ്ട്, എഴുതാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഭീകര കുറ്റവാളികൾ എന്ന തരത്തിൽ ഈ വിശുദ്ധർ, നമ്മളെക്കാട്ടിലും എത്രയോ മേലെ നിൽക്കുന്ന ഈ വിശുദ്ധർ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു? അങ്ങനെ എഴുതി വെക്കാൻ ഒറ്റ കാരണമുള്ളൂ. മദർ തെരേസ പറഞ്ഞത്, അവർ ദൈവത്തെ കണ്ടു. വിശുദ്ധർ ദൈവത്തെ കണ്ടു. 2, അവർ തങ്ങളെ തന്നെ കണ്ടു. അവർ ദൈവത്തെ കണ്ടതുകൊണ്ടും തങ്ങളെ തന്നെ കണ്ടതുകൊണ്ടും അവർ വലിയ കുറ്റവാളികളാണെന്ന് അവർക്ക് തോന്നി. നമുക്ക് അനുരഞ്ജന കൂദാശയിലൂടെ വിശുദ്ധീകരണം നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. രോഗീലേപനത്തിലൂടെ രോഗിയുടെ ആത്മാവിനും ശരീരത്തിനും ശക്തി നൽകി രോഗിയെ വിശുദ്ധീകരിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും നമുക്കറിയാം. അവസാനം വിവാഹം അല്ലെങ്കിൽ തിരുപ്പട്ടം. ഈ 2 ജീവിത അന്തസ്സുകൾക്കും ചേർന്ന ആവശ്യമായ ദാനങ്ങൾ നൽകി ശക്തിപ്പെടുത്തുന്നു ഈ കൂദാശകളിലൂടെ. കൂദാശകൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, വിശുദ്ധീകരിക്കുന്നു. ഈ കൂദാശകൾ യേശുവിൻ്റെ കൂദാശകളെക്കുറിച്ച് തന്നെ പറയുമ്പം യേശുക്രിസ്തു എന്ന രക്ഷകനിൽ ദൃശ്യമായിരുന്നതൊക്കെ കൂദാശകളിൽ ദൃശ്യമാണ് എന്ന് വിശുദ്ധ ലയോ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ലയോ, യേശുക്രിസ്തുവിൽ ദൃശ്യമായിരുന്ന സകലതും കൂദാശകളിൽ ദൃശ്യമാണ്. കൗദാശിക ജീവിതം നയിച്ചാൽ തിന്മയ്ക്കെതിരെ നമുക്ക് നിലകൊള്ളാൻ പറ്റും, തിന്മയെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരന്തരം നമ്മെ വിശുദ്ധീകരിക്കുന്ന കൂദാശകൾ. നിരന്തരം വിശുദ്ധീകരിക്കുന്ന കൂദാശകൾ വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം. ഈ 2 കൂദാശകൾ കൃത്യമായും സ്വീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. 3, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ ദൈവവചനം പാലിച്ച് ജീവിക്കണം. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് പൗലോസ് ലീഹയുടെ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വിശ്വാസി തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ ദൈവവചനമായ വാൾ ഉപയോഗിക്കണം. ഇതിലൂടെ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്താം. ദൈവവചനം വായിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശത്തിനായി ക്രിസ്തുവിലേക്ക് തിരിയലാണ് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രലോഭനം ഉണ്ടാവുമ്പോൾ, ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ ആ ക്രൈസിസിനുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥം തരും. നമ്മളിൽ എത്ര പേരങ്ങനെ ചെയ്യാറുണ്ട്? ആ സമയത്ത് എൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്ന് വായിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായും എടുത്തു തരും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്നത്. സത്യമായിട്ടും ഇത് നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നും. ദൈവം അങ്ങനെ കൃത്യം വേണ്ട വചനം നമുക്ക് തരും. പ്രലോഭനത്തെ തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും. ഇതാണ് അസീസി പുണ്യാളൻ നമ്മളോട് പറയുന്നത്. പൗലോസ് ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ വിശുദ്ധ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും
തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വചനത്തിലൂടെ തീർത്ഥയാത്ര നടത്തുന്നവന് ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. അഹിതമായ കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റില്ല എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപം ചെയ്യാതിരിക്കാനും വചനം സഹായിക്കും. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തന പുസ്തകം 119 അധ്യായം 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ ജീവിതത്തിൽ വചനപാരായണം നടക്കുന്നുണ്ടോ? അനുദിനം വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിക്കാൻ ഞാൻ തയ്യാറാണോ? 2, എനിക്ക് പ്രലോഭനങ്ങളും ക്രൈസിസും വരുന്ന സമയത്ത് ഉപദേശത്തിനായി ക്രിസ്തുവിലേക്ക് തിരിയാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രലോഭനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരില്ല. അടുത്തത് 4, പ്രാർത്ഥനയിലൂടെ കരുത്താർജിക്കണം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ. അത് യേശുക്രിസ്തുവിൻ്റെ മാതൃക തന്നെയാണ് നമ്മൾ തൊട്ടു മുൻപ് കണ്ടത്. യേശുക്രിസ്തു പ്രലോഭനങ്ങളെ അതിജീവിച്ചത് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് പ്രാർത്ഥന വിരസമായി തോന്നുന്നത്? തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമ്മളിൽ ചിലർക്ക് സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? പുസ്തകം പറയും 2 കാരണങ്ങൾ. 1, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കാത്തത് കൊണ്ട്. പ്രാർത്ഥനയ്ക്ക് അപാരമായ ശക്തി ഉണ്ടെന്ന് മനസ്സിലാവാത്തവന് വിരസത തോന്നും. 2, യേശുക്രിസ്തുവുമായി വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് എത്താത്തത് കൊണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിൽ പലരും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാത്തത്. യേശുക്രിസ്തുവുമായി ഒരു സ്നേഹബന്ധത്തിലേക്ക് വരാം, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കാം. ഇവിടെ 2 കാര്യങ്ങൾ കൂടി ഓർക്കാം. 1, നമ്മുടെ പ്രഭാത പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാർത്ഥിക്കാം. 2, അനുദിന വിശുദ്ധ ബലി അർപ്പണം. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ? 3-ാമത്തെ കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് കുടുംബ പ്രാർത്ഥന, ഈ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടോ? കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഒരു ഫോർമേഷനാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ ഭവനം ഒന്നാകെ പടപൊരുതുന്ന ഒരു രംഗമാണ് ഈ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ മാലാഖമാരുടെ, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനകളും ഈ തിന്മയുടെ ശക്തികളെ അകറ്റി നിർത്താൻ ഉപകാരപ്പെടും. 5-ാമത്തെ പോയിന്റ്, തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വർത്തിക്കണം. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അറിയാം, നന്മയിൽ വളരാൻ, തിന്മയെ ചെറുക്കാൻ വിശ്വാസികളുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഈ കൂട്ടായ പ്രവർത്തനമാണ് ഇടവക തലത്തിലും ഫൊറോന തലത്തിലും രൂപതാ തലത്തിലും ഒക്കെ നടക്കുന്നത്. ഇവിടെ എൻ്റെ ഇടവക കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഇടവകയോട് ചേർന്ന് നിൽക്കണം. വിശ്വാസിയുടെ ഹൃദയമാണ് ഇടവക എന്ന് വിശേഷിപ്പിക്കാം. വിശ്വാസിയുടെ ഹൃദയം, ഈ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നെങ്കിൽ ഈ തിന്മയുടെ ശക്തികളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇടവക തലത്തിൽ നമ്മൾ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, നിങ്ങൾ യുവജനങ്ങൾ KCYM-ലൂടെയും അതിന് തൊട്ടു മുൻപ് മിഷൻ ലീഗിലൂടെയും മുതിർന്ന ആൾക്കാർ കത്തോലിക്ക കോൺഗ്രസ്സിലൂടെയും ഒക്കെ കുറേയധികം കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. കുറേയധികം പ്രവർത്തനങ്ങൾ നമ്മൾ ദിനം പ്രതി കാണുന്നു. ഈ കോവിഡ് കാലത്ത് പോലും കുറേയധികം പ്രവർത്തനങ്ങൾ KCYM-കാരൻ നടത്തിയതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി നടത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. ഒപ്പം തന്നെ സാമൂഹ്യ നീതി, സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മയെ അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരായവരെ ചൂഷണത്തിൽ നിന്ന് മോചനം നൽകാൻ. ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നു, തലശ്ശേരി അതിരൂപത ഒരു സഹായ പദ്ധതിയുമായി, കോവിഡ് കാലത്തൊരു സഹായ പദ്ധതിയുമായി മുന്നോട്ട് വന്നു. ഗ്രാമീൺ ബാങ്കിൻ്റെ സഹായത്തോടെ 200 കോടി രൂപയുടെ ഒരു പാക്കേജ് അവതരിപ്പിച്ചു. 4% പലിശയോടെ
കർഷകർക്ക് ലോൺ എത്തിക്കുന്ന പദ്ധതി. ഇങ്ങനത്തെ നൂറുകണക്കിന് പദ്ധതികൾ നമുക്ക് എടുത്തു നോക്കാം, നമ്മുടെ ഇടവക തലത്തിലും രൂപതാ തലത്തിലും ഒക്കെ നടത്തുന്നത്. ഇത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്നതാണ്. ഈ കൂട്ടായ്മയിലൂടെ ഇത് രൂപപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് തിന്മയുടെ ശക്തികളെ മാറ്റി നിർത്തി ചൂഷണത്തിന് വിധേയനായവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. നിങ്ങൾ വിദ്യാലയങ്ങളിൽ NCC, നാഷണൽ സർവീസ് സ്കീം, അതേപോലെ സ്കൗട്ട് ഗൈഡ്സ്, NSS, NCC, സ്കൗട്ട് ഗൈഡ്, കുറേയധികം സംഘടനകൾ കാണാം, ADSU, ADSU, ഇവിടെ ഒക്കെ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന കുറേയധികം പ്രവർത്തനങ്ങളാണ് ഇവിടൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൂടി ചിന്തിക്കാം പ്രിയപ്പെട്ട അനുജന്മാരെ, എൻ്റെ ജീവിതത്തിൽ ഈശോയെപ്പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 2-3 ചോദ്യങ്ങൾ മാത്രമാണ്. കൗദാശിക ജീവിതം ഞാൻ പാലിച്ചിട്ടുണ്ടോ? കൂദാശകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താറുണ്ടോ? അനുദിനം വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്താറുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തയ്യാറാണോ? എത്ര സമയം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദിവസവും? എൻ്റെ ഇടവകയോട്, സംഘടനകളോട് ചേർന്ന് പ്രവർത്തിച്ച് നന്മയിൽ വളരാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ തന്നെ മനസ്സിൽ കുറിച്ചിടുക. ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവായ ഈശോയെ, ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് പ്രലോഭനങ്ങളെ അതിജീവിച്ചതുപോലെ, പരാജയപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്കും പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്താൻ, തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്താൻ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ. വചനത്തിൽ അധിഷ്ഠിതമായി കൗദാശിക ജീവിതം നയിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് കർത്താവെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പുസ്തകത്തിൽ 4-5 ചോദ്യങ്ങളുടെ ഉത്തരവും ചർച്ചയ്ക്കുള്ള 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവും നിങ്ങൾ കണ്ടെത്തണം, അധ്യാപകരെ കാണിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, UCAT, യുവജന മതബോധന ഗ്രന്ഥം എന്ന പുസ്തകത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും കുംഭസാരത്തെക്കുറിച്ചും പറഞ്ഞു വച്ചിരിക്കുന്ന ഭാഗം എടുത്തൊന്ന് വായിക്കണം. വായിച്ചിട്ട് ഒരു പേപ്പറിൽ അതിനെക്കുറിച്ച് ഒന്ന് എഴുതണം. അതും ടീച്ചറെ, നിങ്ങളുടെ അധ്യാപകനെ കാണിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ നമ്മളെ വഴി നടത്താനുമായൊരു വചനം, സങ്കീർത്തന പുസ്തകം 119 അധ്യായം 11 വാക്യം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.